ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്, ഒരു മിനി ട്രാവൽ വ്ളോഗാണ്. ഞാനും അമ്മയും ചേച്ചിയും പിന്നെ നമ്മുടെ കസിൻസുമായിട്ട് നമ്മൾ ലുലു മോളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വെക്കേഷനായിട്ട് ഒരിടത്തും പോയില്ല, അപ്പോൾ എന്തായാലും ലുലു എങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കുഞ്ഞു വ്ളോഗാണിത്. പിന്നെ എനിക്ക് പനിയായിട്ട് ഒരു 1-2 ദിവസം ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. അതിൻ്റെ സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സൗണ്ടിന് ചെറിയ മാറ്റമുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇടാനായിട്ട് ഞാൻ കുറച്ചധികം ലാഗായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും എനിക്ക് മെസ്സേജ് ഇടും, പുതിയ വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ് പഠിക്കുന്നുണ്ട് DC. അപ്പം അതിനായിട്ട് എനിക്ക് ഒരാഴ്ചത്തോളം ക്ലാസ്സും ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്ത് വീഡിയോ ഇടുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം അവസാനമായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ക്ഷേത്രമാണ് വെൺപാലവട്ടം ക്ഷേത്രം. കുറേ സീരിയലും സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ക്ഷേത്രമാണ്. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇതാണ് കാര്യം, എനിക്ക് വീഡിയോ ഇടാൻ ചെറിയൊരു ലാഗ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ഇനിയും കുറേ വീഡിയോസ് ചെയ്യാനായിട്ട്. അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും ഞാൻ ഇടാൻ നോക്കാം. പിന്നെ ഈ കാണുന്ന ടൈറ്റാനിക് ഷിപ്പിൽ ഒരു ഡെമോ പോലത്തെ ഒരു എക്സിബിഷൻ നടക്കുമായിരുന്നു. ഞാനിവിടെ പോയില്ല, അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. ഞാൻ ഈ കയറുന്ന സമയത്ത് വിചാരിച്ചു മുൻപത്തെ കാട്ടിയും ഒട്ടും തിരക്കില്ല എന്ന്. കാരണം ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആരുമില്ല, ഫുൾ പ്ലെയിൻ ആയിട്ടാണ് ഇരുന്നത്. പക്ഷേ നമ്മൾ ഒരു കുറച്ച് ലേറ്റായിട്ട്, ഇപ്പോൾ ഒരു ½ കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ഫുൾ ആൾക്കാരായിരുന്നു. കാരണം ഈവനിങ് സമയം വെയിലൊക്കെ തോന്നുന്ന സമയത്ത് നോക്കിയിട്ട് കുറേ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ഫ്രണ്ട്. പക്ഷെ പിന്നെ ആയപ്പം ഫുൾ തിരക്കായി, മോള് ഫുൾ ആൾക്കാരായിരുന്നു. പിന്നെ അവിടെ പോയി നമ്മുടെ ലിപ്സ്റ്റിക്കും പിന്നെ അവിടുത്തെ കുറേ ഡ്രസ്സൊക്കെ ജസ്റ്റ് നോക്കി. കാരണം നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴും പോകുന്നൊരു ഷോപ്പാണ് സ്റ്റുഡിയോ. സ്റ്റുഡിയോയിൽ നമ്മൾ എപ്പോൾ ലുലു വന്നാലും നമ്മൾ പോകുന്നൊരു ഷോപ്പാണ്. അപ്പം ഈ പ്രാവശ്യം നമ്മളത് മിസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. നോർമലി സ്റ്റുഡിയോ അത്യാവശ്യം തിരക്കാണ് ലുലു മോളിൽ, പക്ഷേ ഇപ്രാവശ്യം നല്ല തിരക്കായിരുന്നു. വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എങ്ങനെയൊക്കെയാണ് 1-2 ക്ലിപ്സൊക്കെ എടുത്തത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തിരക്കിൻ്റെ കാര്യം. നല്ല തിരക്കായിരുന്നു. പിന്നെ ഡ്രസ് കളക്ഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു 50-50 പറയാൻ പറ്റും. കാരണം വലിയ കളക്ഷൻ അല്ലായിരുന്നു, ഒരു ഓക്കെ കളക്ഷനായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മാക്സിൽ പോയി. മാക്സിൽ 1-2 ഡ്രസ്സസൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്കാണ് ഈ ഒരു അനിമി കളക്ഷൻ്റെ ഒരു സ്റ്റോർ കണ്ടത്. നല്ല രസമായിരുന്നു. അവിടെ കുറേ അനിമീസ് പിന്നെ കുറേ ക്യൂട്ട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മിനിസോയിൽ വന്നു. മിനിസോ ഇമ്പോർട്ടൻ്റ് ആണ്. ലുലുവിൽ വന്നത് എപ്പോഴും വരുന്ന സ്റ്റുഡിയോ പോലെ തന്നെ എപ്പോഴും വരുന്ന സ്ഥലമാണ് മിനിസോ. പക്ഷേ എപ്പോഴത്തെയും കാട്ടിയും ഇന്നത്തെ സാധനങ്ങളുടെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഡിഫറെൻ്റ് ആയിരുന്നു. പൊതുവേ കുറേ ക്യൂട്ട് ഐറ്റംസ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അത്ര ക്യൂട്ട് ഐറ്റംസ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ ട്രാൻസ്പാരൻറ്റ് കൂടെ കുറേ സ്ഥലത്ത് നോക്കിയിട്ട് ഇവിടെയാണ് ഉണ്ടായിരുന്നത്, പക്ഷേ വാങ്ങാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അവിടെയുള്ള എല്ലാ ടോയ്സും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ വേറെ ഭാഗത്തോട്ട് പോയി. അവിടെ ഒരു സ്റ്റിക്കി നോട്ട്സ് ഉണ്ടായിരുന്നു, പെൻസിൽ, കുറേ അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മളൊരു നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. ഒരെണ്ണം ഞാൻ ചേച്ചിക്ക് കൊടുത്തു, ഒരെണ്ണം ഞാനെടുത്തു. ഞാൻ ഈ ഭാഗമാണ് പറഞ്ഞത്. കുറേ ബോട്ടിൽസ്, ഈ ഒരു കപ്പിൻ്റെ കാറ്റഗറി കുറേ ഉണ്ടായിരുന്നു, കുറേ ടൈപ്പായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഈ കപ്പുകൾ കാണുള്ളൂ, ബോട്ടിൽസ് കാണുള്ളൂ എന്ന്. പക്ഷേ തൊട്ടപ്പുറത്തെ സെക്ഷനിൽ വേറെ കുറേ ടൈപ്പ് കപ്പുകളായിരുന്നു. അടയ്ക്കുന്ന കപ്പുകൾ, കുറേ ടൈപ്പ് കപ്പുകളുണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നത് സമ്മർ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കളക്ഷൻസ് വച്ചത് എന്ന്. ഇതുവരെ കാണാത്ത ടൈപ്പായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഇവിടെ വയ്ക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അവിടെ നോട്ട്ബുക്സ് വയ്ക്കും, പിന്നെ കുറേ ക്ലോ ക്ലിപ്സ് വയ്ക്കും, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഇത് കുറച്ചുകൂടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് സംഭവങ്ങളില്ലേ, അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മിനിസോ എന്നുള്ള സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോയി. ഫുഡ് കോർട്ടിൽ പോയതിന് ശേഷം നമ്മൾ എം കഫേയുടെ ഐസ്ക്രീം കഴിക്കാനാണ് ആദ്യം പോയത്. കാരണം അവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതുപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ഐസ്ക്രീമാണെന്ന്. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓറിയോയുടെ ഫ്ലേവറിലുള്ളതാണ് വാങ്ങിയത്. ഓറിയോ ചിപ്സൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഹൈപ്പറിൽ പോവാണ്. ഹൈപ്പറിൽ നിന്ന് നമ്മൾ 1-2 കഴിക്കാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കുമായിട്ട് നമ്മൾ 4 പേരുമാണ് പോയത്. നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മേളിൽ വരും, എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ആയിട്ട് കഴിക്കും. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ ഹൈപ്പറിൽ പോയി. ഹൈപ്പറിൽ നിന്ന് നമ്മൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. നമ്മളല്ലാത്ത ഭാഗത്തൊന്നും കയറിയത്. നേരെ നമ്മൾ അറ്റത്ത് ഫുഡ് ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് പോയത്. അവിടെ പോയി നമ്മൾ എന്ത് വാങ്ങും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. കാരണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ കുറച്ചധികം സമയം എടുത്തു ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഫുഡ് ഐറ്റംസ്. നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ വേറൊരു ഏരിയയിൽ അവർ തന്നെ അവിടെ നിന്ന് നമുക്ക് ചൂടാക്കി തരുന്ന ഐറ്റംസ് ഉണ്ട്. നമ്മൾ ആ പിസ്സയും പിന്നെ ആ ഒരു നടുക്ക് ആ ഒരു സോസിൻ്റെ സംഭവിക്കുന്നില്ല, അത് 2 വീതമാണ് വാങ്ങിയത്. കാരണം ഫുഡ് നമുക്ക് എല്ലാവർക്കും തികയണമല്ലോ. അങ്ങനെ അത് ഇത്രയും വാങ്ങി നമ്മൾ ബില്ലിങ്ങിന് വേണ്ടി നിന്നു. അങ്ങനെ ബില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും കൂടെ നേരെ മേളിൽ പോയി. അങ്ങനെ നമ്മൾ മേളിൽ പോയി നമ്മുടെ സീറ്റ് നമുക്ക് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി നമ്മൾ ഫുഡെല്ലാം ഷെയർ ചെയ്ത് കഴിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച ഐറ്റംസ്. നമ്മളെല്ലാവരും കൂടെ നമുക്ക് ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ കഴിക്കാം എന്നുള്ള രീതിയിലാണ് വാങ്ങിയത്. പക്ഷേ ഇത് കഴിച്ച് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വേറൊരിടത്തും കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാനായിട്ടാണ് പോയത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് ക്ലാസ്സിൻ്റെ കാര്യമായതുകൊണ്ടും എനിക്കങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. അതുപോലെ ഞാൻ ഷോർട്സ് ആയിട്ടെങ്കിലും വീഡിയോ ഇടാൻ നോക്കാം. അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ടാവും നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്താണ് നമ്മളിവിടെ മോളിൽ എത്തുന്നത്. അപ്പോൾ ഇത്രയും സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു കസിൻസായിട്ട്. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. ഈ ഒരു ദിവസത്തിന് ശേഷമാണ് എനിക്ക് പനി പിടിച്ചത്. 2 ദിവസം ഞാൻ പനി പിടിച്ച് വീട്ടിൽ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും സൗണ്ടിന് ചെറിയ മാറ്റമുണ്ട്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.